ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള തുഷാർ വെള്ളാപ്പള്ളിയുടെ നീക്കം തള്ളി വെള്ളാപ്പള്ളി നടേശൻ. മത്സരിക്കാനിറങ്ങിയാൽ SNDP യോഗം ഭാരവാഹിത്വം രാജിവെക്കണം. ആലപ്പുഴയിൽ LDF സ്ഥാനാർത്ഥി AM ആരിഫ് ജയിച്ചില്ലെങ്കിൽ തല മൊട്ടയടിക്കുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. തൃശൂരിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള തുഷാർ വെള്ളാപ്പള്ളിയുടെ നീക്കത്തിനെതിരെയാണ് വെള്ളാപ്പള്ളി രൂക്ഷ വിമർശനം ഉയർത്തിയത്. യോഗം ഭാരവാഹികൾ മത്സരിക്കരുത് എന്ന പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. കഴിയുന്നതും ആ ഭാരവാഹിത്വം രാജിവെച്ചിട്ട് നിൽക്കുന്നതാണ് അഭികാമ്യമെന്ന്. തുഷാറിനു വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങില്ല. കോൺഗ്രസ് നേതാക്കളായ KC വേണുഗോപാൽ, അടൂർ പ്രകാശ് എന്നിവർക്കെതിരെയും വെള്ളാപ്പള്ളി ആഞ്ഞടിച്ചു. അടൂർ പ്രകാശ് ചെയ്യുന്നത് ആത്മഹത്യയാണ്. KC വേണുഗോപാൽ ആലപ്പുഴയിൽ 6 നിലയിൽ പൊട്ടും. വേണുഗോപാൽ അവിടെ നിന്ന് 6 നില പൊട്ടിത്തെറിച്ചു പോകും. കാരണം കോൺഗ്രസിന് ഇനി അങ്ങോട്ട് വേണ്ട. ആരിഫ് ജയിച്ചില്ല എങ്കിൽ തല മൊട്ടയടിക്കുമെന്നും വെള്ളാപ്പള്ളി. 6 ഹെലികോപ്റ്റർ കൊണ്ടുവന്നാലും ഇത്തവണ പ്രചാരണത്തിനില്ല. കഴിഞ്ഞ തവണ NDAയുടെ പ്രചരണത്തിനായി ഹെലികോപ്റ്ററിൽ കയറി അണുബാധ ഉണ്ടായെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ന്യൂസ് 18 കൊല്ലം. സമുദായ രാഷ്ട്രീയ നേതാക്കൾ ജയിക്കുമെന്ന് പറഞ്ഞാൽ പൊതുവെ സ്ഥാനാർത്ഥികൾക്ക് ആശ്വാസമാണുണ്ടാവുക. എന്നാൽ വെള്ളാപ്പള്ളി പറഞ്ഞാൽ അതങ്ങനെയല്ല. AM ആരിഫിന്റെ ചങ്കിടിപ്പ് കൂട്ടിക്കൊണ്ടാണ് ആരിഫിന്റെ വിജയം വെള്ളാപ്പള്ളി പ്രവചിച്ചത്. വേണുഗോപാൽ അവിടെ നിന്ന് 6 നില പൊട്ടിത്തെറിച്ചു പോകും. കാരണം കോൺഗ്രസിന് ഇനി അങ്ങോട്ട് വേണ്ട. തെരഞ്ഞെടുപ്പിലെ മാൻഡ്രിക് വെള്ളാപ്പള്ളി നടേശന് പലരും കൽപ്പിച്ചു നൽകുന്ന സ്ഥാനം ഇങ്ങനെ. കോൺഗ്രസിലെ ആശയക്കുഴപ്പത്തിൽ നേട്ടം കണ്ട ആരിഫ് വെള്ളാപ്പള്ളിയുടെ പ്രവചനമെന്ന പുതിയ ഭീഷണിയെ എങ്ങനെ മറികടക്കുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യം. മുടിവടിക്കലും താടിവടിക്കലുമൊന്നും പ്രഖ്യാപിക്കുന്നത് വെള്ളാപ്പള്ളി ആദ്യമായിട്ടല്ല എന്നതുതന്നെ ഇതിനു കാരണം. 1999-ൽ VM സുധീരൻ മുരളിക്ക് മുൻപിൽ തോൽക്കുമെന്നാണ് വെള്ളാപ്പള്ളി ആദ്യം പ്രവചിച്ചത്. പ്രവചനം തെറ്റി. സുധീരന്റെ വിജയം 35,000-ലധികം വോട്ടിന്. 2004-ൽ മാവേലിക്കരയിൽ ചെന്നിത്തല തോൽക്കുമെന്ന് അടുത്ത പ്രവചനം ഫലിച്ചു. CS സുജാത ജയിച്ചു കയറി. 2009-ലും 2014-ലും KC വേണുഗോപാൽ എന്ന ശത്രുവിന്റെ പരാജയം പ്രവചിച്ച് വീണ്ടും രംഗത്ത്. 2 വട്ടവും പ്രവചനത്തെ തോൽപ്പിച്ച് വേണുഗോപാൽ ജയിച്ചു കയറി. വെള്ളാപ്പള്ളിയുടെ പ്രവചനങ്ങളിൽ ഏറ്റവും കൗതുകമേറിയത് 2011-ലായിരുന്നു. അന്ന് ചെങ്ങന്നൂരിൽ PC വിഷ്ണുനാഥ് ജയിച്ചാൽ മീശ വടിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. വിഷ്ണുനാഥ് 12,500 വോട്ടിന് വിജയിച്ചു. പിന്നാലെ വെള്ളാപ്പള്ളിക്ക് മീശ വടിക്കാൻ KSU പ്രവർത്തകർ വ്യാപകമായി ബ്ലേഡ് അയച്ചു കൊടുക്കുകയും ചെയ്തു. ഒന്നൊഴികെ മറ്റെല്ലാ പ്രവചനങ്ങളും തിരിച്ചടിച്ചു. ഈ ചരിത്രമാണ് ആരിഫിനൊപ്പമുള്ളവരുടെ ചങ്കിടിപ്പ് കൂട്ടുന്നത്. തലവടിക്കാനുള്ള ബ്ലേഡും കാശിക്ക് പോകാനുള്ള ടിക്കറ്റും അയച്ചു കൊടുക്കുന്ന ക്യാമ്പയിൻ കോൺഗ്രസ് ആരംഭിക്കേണ്ടി വരുമോ? അതറിയാൻ മെയ് 23 വരെ കാക്കണം. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18.